നിങ്ങളുടെ ഈ കണ്ണീരിൻ്റെ കാലത്ത് അമ്മ നിങ്ങളുടെ കൂടെ വരും എന്ന് നിങ്ങളെ ഞാൻ ഉത്ബോധിപ്പിക്കുന്നത് ഈ സ്വകാര്യ അനുഭവങ്ങൾ മാത്രമല്ല. കാനായിലെ കല്യാണത്തിലെ അമ്മയെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ആ കുടുംബം എന്തു ചെയ്യും? വായ്പ മേടിച്ച് ആ കാര്യം അഡ്ജസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നാണം കെട്ട് പിരിയും. വേറെ ഒന്നും സംഭവിക്കണേ നിങ്ങൾക്കറിയാമല്ലോ. അതിൻ്റെ വിഷയം അറിയാം. കാനായിലെ കല്യാണത്തിൽ നിന്ന് ആ കല്യാണ വീട്ടിൽ നിന്ന് അമ്മയെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ കുടുംബം നാണം കെട്ട് പിരിയും. എന്താ കാര്യം? ഒന്നാമത്തിൽ ഇങ്ങനെ ഭൗതികമായ ഒരു മനുഷ്യൻ്റെ വൈകാരിക പ്രശ്നങ്ങൾ കർത്താവിൻ്റെ പ്രൈമറി റെഫറൻസിലില്ല. കാര്യം എന്താണ്? ഞാൻ വന്നിരിക്കുന്നത് വെള്ളം വീഞ്ഞാക്കാനല്ല, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അതാണ് വിഷയം. ആ കൃപയുടെ മധ്യസ്ഥനാണ് ഈശോ. മനുഷ്യാവതാര രഹസ്യത്തിലൂടെ മുഴുവൻ കൃപകളുടെ ഏക മധ്യസ്ഥനായിട്ട് ആര് വരുന്നു? ഈശോ വരുന്നു. അല്ലെങ്കിൽ ലോകസംഘടനകളൊക്കെ ഉണ്ടാക്കുന്ന അജണ്ടകളിലൂടെ നമ്മുടെ കാല് പിടിച്ച് വെച്ച് അവർ നമ്മളെ അടിമകളെപ്പോലെ ബാബിലോണിലോട്ട് ചങ്ങലയിട്ട് കൂട്ടിക്കൊണ്ടു പോണ ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. ഒരു സംശയമില്ല കാര്യത്തിൽ. നമ്മൾ എന്ത് ചിന്തിക്കണം, എന്ത് വിശ്വസിക്കണമെന്നുള്ളത്, എന്ത് പ്രചരിപ്പിക്കണമെന്നുള്ളത് പറയുന്നതിന് ഒരു ബദൽ സംവിധാനങ്ങൾ, അന്തിക്രിസ്തുവിൻ്റെ സംവിധാനങ്ങൾ ലോകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അത് ലോകത്തുണ്ടെന്ന് യോഹന്നാൻ ആദ്യമേ ഡിക്റ്റേറ്റ് ചെയ്തതാണ്. അത് ആർക്ക് വേണ്ടിയാണ് ലോകത്ത് ഡിക്റ്റേറ്റ് ചെയ്തത്? സഭയ്ക്ക് വേണ്ടിയാണ്. അത് ലോകത്തിലുണ്ടെന്ന്. ചില സമയത്ത് അത് പ്രബലപ്പെടും. കാര്യം നമ്മുടെ നാക്കിൽ കയറിയിരുന്നുകൊണ്ട് വേറെ ആൾക്കാർ സംസാരിക്കാൻ അനുവദിക്കരുത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സത്യം പാടുക. നിത്യത എന്നുള്ള ദൈവികമായ ലക്ഷ്യങ്ങൾ, ഈശോയെക്കുറിച്ചുള്ള ലക്ഷ്യങ്ങളാണ്. ഈശോ എന്താ പറയണത്? അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ ലഭിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ യോഹന്നാൻ 1:12 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ 1:12 തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. ഈ കഴിവാണ് കൃപയെന്ന് പറയണത്. അതുകൊണ്ടാണ് 16 വായിച്ചേ. അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ, കഴിവിന് മേൽ കഴിവ്. അതാണ് വിഷയം. അവന്റെ പൂർണ്ണതയിൽ നിന്ന് അവനെന്താണ്? അവൻ പാപത്തിന് പരിഹാരമായി, പാപത്തിന് സ്വന്തം ശരീരത്തിൽ ശിക്ഷ വാങ്ങിച്ച് മനുഷ്യൻ ദൈവത്തോട് ചെയ്ത പാപത്തിന് പരിഹാരം ചെയ്യാൻ മനുഷ്യന് കഴിയാതെ വന്നതുകൊണ്ട്, മനുഷ്യൻ അതിന് കോമ്പറ്റൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ അല്ലാത്തത് കൊണ്ടും ദൈവം തന്നെ യേശുക്രിസ്തുവിൽ മനുഷ്യാവതാരം സ്വീകരിക്കുമ്പോഴാണ് അവൻ ഏക മധ്യസ്ഥനായി മാറുന്നത്.
അവൻ ആ മനുഷ്യാവതാരത്തിലൂടെയും അവൻ്റെ പാപത്തിന് പരിഹാരമായി അവൻ ഏറ്റെടുത്ത പീഡാസഹനങ്ങളിലൂടെയും അവൻ നേടിയെടുത്ത വരപ്രസാദത്തിൻ്റെ പൂർണ്ണത എന്നാണ് പറഞ്ഞത്. അതാണ് അവൻ്റെ പൂർണ്ണത. ഇന്ന് നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിക്കുമ്പോൾ കൃപാവരങ്ങളുടെ പൂർണ്ണത ആരാണ്? അവനാണ്. കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. കൃപയാലേ 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കൃപാവരങ്ങളുടെ പൂർണ്ണതയാണ്. അവൻ കൃപയുടെ ഒരു സമുദ്രമാണ്, അതിനെ കൃപയുടെ ഒരു തടാകമാണ്. ഈ കൃപയുടെ തടാകങ്ങളിൽ നിന്നാണ് പിന്നെ വലിയ നദികൾ വരണത്. അതിന് ഏറ്റവും വലിയ നദി ആരാണ്? പരിശുദ്ധ അമ്മയാണ്. കൃപയുടെ തടാകം ആരാണ്? പാപത്തിന് പരിഹാരം ചെയ്തതും പിതാവിൻ്റെ മനസ്സിനെ പ്രസാദിപ്പിക്കുമ്പോഴാണ് പ്രസാദം കൃപയുണ്ടാകണത്. പിതാവിൻ്റെ മനസ്സിനെ പ്രസാദിപ്പിക്കുമ്പോൾ 18:12 എടുത്ത് 12:18 മത്തായിയുടെ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം. മത്തായി 12:18. മത്തായി 12:18. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ. അതാണ് വിഷയം. ദാസൻ, ദാസിയല്ല. ഇതാ ഞാൻ. ഈ വിഷയത്തിന് വേണ്ടി ദൈവപിതാവ് ഒരാളെ മാത്രമേ തിരഞ്ഞെടുത്തുള്ളൂ. അതാണ് ഏകരക്ഷകൻ എന്ന് പറയണത്. നമ്മൾ പല രക്ഷകന്മാരെ തിരഞ്ഞെടുത്തിട്ടില്ല. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത വായിച്ച് എൻ്റെ ദാസൻ, എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച. എൻ്റെ ആത്മാവ് പ്രസാദിച്ച. ആ പ്രസാദമാണ് കൃപയെന്ന് പറയണം. മനസ്സിലായില്ലേ? എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ, എൻ്റെ പ്രിയപ്പെട്ടവൻ. ഞാൻ അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും. എൻ്റെ ആത്മാവിനെ അയക്കും. അടുത്ത വായിച്ച്. അവൻ വിജാതീയരെ ന്യായവിധി അറിയിക്കും. അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ ഇല്ല. തെരുവീതികളിൽ അവന്റെ ശബ്ദം ആരും കേൾക്കുകയില്ല. ഇതാരാണ് വിഷയം? തെരുവീതികൾ അവന്റെ സ്വരം ആരും കേൾക്കത്തില്ലെന്ന് പറഞ്ഞ എന്താണ്? അവനാണ് ദൈവം പാപത്തിന് പരിഹാരമായി നിശ്ചയിച്ച പ്രതികരിക്കാത്ത. നമ്മളൊക്കെ ഒരു പനി വരുമ്പോഴും ഒരു ഉടമ്പടിയിൽ ഒരു ജപ്തി ഒരു വിസ പ്രോസസ് നടന്നില്ലെങ്കിൽ നമ്മൾ പ്രതികരിക്കും ഉടനെ. ഞാൻ ഉടമ്പടി എടുത്താണല്ല, എൻ്റെ പച്ചത്തിരി 2 കത്തിച്ചല്ല, നീലത്തിരി 3 കത്തിച്ചല്ല എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ അടുത്ത് കലഹത്തിന് ചെല്ലും. ഈ ദൈവത്തിൻ്റെ അടുത്ത് കലഹത്തിന് ചെല്ലുന്ന ആൾക്കാർ ഓർക്കുക, നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. കാര്യം എന്താണ്? ദൈവം ഈ സാധനം അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതാണ് വിഷയം. നമുക്കൊരിക്കലും അതാണ്. അത് വായിച്ച് താഴേക്ക് വായിച്ച്. നീതിയെ വിജയത്തിലെത്തി. അതിന്റെ മുകളിലുള്ള വായിച്ച്. അവൻ വിജാതീയരെ ന്യായവിധി അറിയിക്കും. അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ ഇല്ല. തെരുവീതികളിൽ അവന്റെ സ്വരം ആരും കേൾക്കുകയില്ല. ആരും കേൾക്കത്തില്ല എന്ന് വെച്ചാൽ ദൈവത്തിനെതിരെ മല്ലടിക്കത്തില്ലെന്ന്. അവര് ഒരു പനി വന്നാൽ ആ പനി 2 ദിവസം നിന്നാൽ, ഞാൻ ഉടമ്പടി എടുത്തതാണല്ല, ഞാൻ ഉപവസിച്ചതാണല്ല, ഞാൻ പത്രമെല്ലാം വീട്ടിൽ കൊടുത്തതാണല്ല എന്നും പറഞ്ഞ് തെരുവീതി വഴി നിന്ന് ആരും സംസാരിക്കത്തില്ലെന്ന്. തെരുവീതികളിൽ അവൻ ആരാണ് ആള്? കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഇത്ര നല്ല ദൈവത്തോട് ഞാൻ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന് ആദ്യമായി നന്ദി പറയുന്നു. എൻ്റെ പേര് ജോബിൻ പി ജോസ്. ഞാൻ കോട്ടയം ജില്ലയിലെ അരുവിത്ര നിന്നാണ് വരുന്നത്. ഞാൻ 2020 കോവിഡിന് മുമ്പ് ഒന്ന് ഉടമ്പടി എടുത്തായിരുന്നു. അത് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. എങ്കിലും ഉടമ്പടി എടുത്തതിന് ഞാനൊരു നിയോഗം വെച്ചായിരുന്നു. എൻ്റെ പപ്പയുടെ അനിയൻ്റെ മോളാണ് ഏഞ്ചലിൻ്റെ
കല്യാണത്തിൻ്റെയാണ് ഞാൻ വെച്ചിരുന്നത്. അത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ ആ കല്യാണം നടക്കുകയുണ്ടായി. അതിനുശേഷം ഞാൻ 2022 ഉടമ്പടി പുതുക്കിയ സമയത്ത് തന്നെയാണ്, അതിന് ശേഷമാണ് എൻ്റെ രണ്ടാമത്തെ മകൾ ട്രീസയുടെ ഒരു അഡ്മിഷൻ്റെ കാര്യം വരുന്നത്. അഡ്മിഷൻ നേഴ്സിംഗ് BSc നേഴ്സിംഗ് ചേരണമെന്നുള്ളതായിരുന്നു അവൾക്ക് താല്പര്യം. ഞങ്ങൾ BSc നേഴ്സിങ്ങിന് ജനറൽ സീറ്റിലും അതുപോലെ തന്നെ മാനേജ്മെൻറ്റിലും എല്ലാം ഞങ്ങൾ ആപ്ലിക്കേഷൻ എല്ലായിടത്തും കൊടുത്തു, കേരളത്തിൽ മൊത്തം കൊടുത്തു. അപ്പോൾ ഇവർക്ക് ഒരുവിധം മാർക്കുള്ളതുകൊണ്ട് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ ഇരുന്നത്. മെറിറ്റ് ഉണ്ടല്ലോ എന്ന് കരുതിയായിരുന്നു ഇരുന്നത്. പക്ഷേ ഓരോ അലോട്ട്മെൻറ്റ് വരുമ്പോഴും ഞങ്ങൾ നോക്കി, ഒരു അലോട്ട്മെൻറ്റിലും ഇല്ല. അവസാനം 4 അലോട്ട്മെൻറ്റ് കഴിഞ്ഞു, അലോട്ട്മെൻ്റ് എല്ലാം തീർന്നു എന്നുള്ളത് വന്നു. ഞങ്ങൾ വേറെ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ കേരളത്തിന് വെളിയിലോ ഒന്നും നോക്കിയിട്ടുമില്ല. അപ്പോൾ ആകെ ബുദ്ധിമുട്ടായി. ഏതായാലും ആ വർഷം കിട്ടുകയില്ല എന്ന് തന്നെ ഞങ്ങൾ കരുതി. പുറത്തോട്ട് നോക്കാനുള്ള സമയം കഴിഞ്ഞു. പുറത്ത് ചേരുന്ന പിള്ളേരും പോയി ചേർന്നു. എല്ലാ കോളേജിലും ക്ലാസ് തുടങ്ങിയിട്ട് 1 മാസത്തോളമായി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം ഒരു ദിവസം ഒരു 11 മണിയായപ്പോൾ മോളുടെ മൊബൈലിലൊരു മെസ്സേജ് വരികയാണ്, നാളെ ഒരു സ്പോട്ട് അഡ്മിഷനുണ്ട്. സത്യത്തിൽ ഇവൾ അങ്ങനെ മെസ്സേജ് നോക്കുന്നതേ അല്ല. 11 മണിയായപ്പോൾ വെറുതെ ഇങ്ങനെ നോക്കുന്നു. അതപ്പോൾ കാണുന്നു ഇവൾ വേറൊരു കോഴ്സിന് അപ്പോൾ യൂണിവേഴ്സിറ്റി ചേർന്നായിരുന്നു. വേറൊരു കോഴ്സിന് ചേർന്നുകൊണ്ട് സർട്ടിഫിക്കറ്റ് എല്ലാം യൂണിവേഴ്സിറ്റിയിലായി പോവുകയും ചെയ്തു. ഉടനെ ഞാൻ കോളേജിലെത്തി. കോളേജിൽ പോയി കോൺടാക്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. അതെല്ലാം വാങ്ങിച്ച് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ എത്തിയപ്പോഴത്തേക്കും പിറ്റേ ദിവസം രാവിലെ 10 മണിക്ക് എനിക്ക് അവിടെ എറണാകുളത്ത് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ എത്തിയപ്പോഴത്തേക്കും ഏകദേശം 4:45. അപ്പോൾ എല്ലാവരും പോകാൻ നിൽക്കുകയാണ്. 4:45 5 മണിയായപ്പോൾ ഞങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് എല്ലാം കൂടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഞങ്ങൾക്ക് തിരിച്ചു വന്നു. സാധാരണ അങ്ങനെ പെട്ടെന്ന് കിട്ടുന്നതല്ല. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണത്. സർട്ടിഫിക്കറ്റൊക്കെ ഒരു തടസ്സവും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കിട്ടി. ഞങ്ങൾക്ക് പിറ്റേ ദിവസം രാവിലെ പോയി 10 മണിക്ക് സ്പോട്ട് അഡ്മിഷന് ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റി. അവിടെ ചെന്നപ്പോഴും മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഒരു 100ഓളം പേര്, 100-ന് മേലെ ആൾക്കാർ സ്പോട്ട് അഡ്മിഷനുണ്ട്. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പം ഞങ്ങൾ ഫസ്റ്റ് ചോയ്സ് വെച്ചിരുന്ന ഒരു പ്രശസ്തമായ ഒരു കോളേജുണ്ട്. ആ കോളേജിൻ്റെ ഒരു സീറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ആൾക്കാരുണ്ട്, ഞങ്ങൾക്ക് കിട്ടുകയില്ല എന്ന് തന്നെ ഞങ്ങൾ കരുതി. ഓരോ കോളേജായിട്ട് വിളിച്ചു വരിക, ഓരോ റാങ്കായിട്ട് വിളിച്ച് വന്നു കഴിഞ്ഞപ്പം അവസാനം ഈ കോളേജിൻ്റെ സീറ്റ് മാത്രം ആരും ഓപ്റ്റ് ചെയ്യുന്നില്ല. ഒരു 10-12ഓളം പേരെ വിളിച്ചു. ഈ 12 പേര് വിളിച്ചതെല്ലാം വേറെ കോളേജുകളാണ് അവർ ഓപ്റ്റ് ചെയ്യുന്നത്. ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ നേരെ ചെന്നു. ഈ കോളേജിൻ്റെ സീറ്റ് പറഞ്ഞു. അവിടെ ഒരു കുട്ടി അഡ്മിഷൻ കഴിഞ്ഞതിന് ശേഷം മാറിപ്പോയതുകൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു സീറ്റ് വന്നത്. അത് മാതാവ് ഞങ്ങൾക്കായിട്ട് മാറ്റിയിട്ട സീറ്റാണ്. മാതാവ് കൃത്യം ആ സീറ്റ് വന്നു. അവിടെ സ്പോട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് അഡ്മിഷൻ എടുത്തു. ഒറ്റ സീറ്റേ ഉള്ളായിരുന്നു. ഞങ്ങൾ ഏത് കോളേജിൻ്റെ ആണോ ഫസ്റ്റ് ചോയ്സ് വെച്ചത് അവിടെ തന്നെ മാതാവ് ഞങ്ങൾക്ക് ഏറ്റവും അവസാനത്തെ ചാൻസാണ് അവിടെ മാതാവ് അഡ്മിഷൻ തന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിവിടെ വന്ന് സാക്ഷ്യം പറയാൻ, ഞങ്ങളിവിടെ വന്ന് നന്ദി പറഞ്ഞായിരുന്നു. പക്ഷേ സാക്ഷ്യം പറയാൻ പറ്റിയില്ല. മാതാവിനോട് ക്ഷമ ചോദിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഞാൻ പ്രാർത്ഥനയൊക്കെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഉടമ്പടി ഒരിച്ചിരി മുടങ്ങി അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അച്ഛൻ രാവിലെ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു മരുഭൂമി അനുഭവം ഉണ്ടാകുമെന്ന് അച്ഛൻ രാവിലത്തെ പ്രസംഗത്തിൽ പറഞ്ഞു. അതുപോലെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. ഈ കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് എനിക്ക് പെട്ടെന്ന് എൻ്റെ ഈ കാലിൻ്റെ തുടയിൽ ഒരു ചെറിയ കുരു പോലെ വരിക. അത് വന്നു, അതിങ്ങനെ വലുതായതിനു ശേഷം അതിങ്ങനെ വീർത്തിങ്ങനെ കുമള വന്ന് പൊട്ടുകയാണ്. അത് പൊട്ടി വലിയ കാര്യമാക്കിയില്ല. അതിനുശേഷം ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പം ഓപ്പോസിറ്റ് കാലിൽ അതുപോലെ തന്നെ ആ സ്ഥലത്ത് തന്നെ അതും പൊട്ടുന്നു. അതിങ്ങനെ മാറി വരുന്നു. ഒരു 3 ദിവസം 4 ദിവസം കൂടുമ്പോൾ ഇതിങ്ങനെ മാറി വരുന്നു. നമുക്ക് വലിയൊരു അസ്വസ്ഥതയാണ്. നമുക്ക് നടക്കാൻ പറ്റുന്നില്ല, ഡ്രസ്സൊന്നും ഇടാൻ പറ്റുന്നില്ല, ആകെ ബുദ്ധിമുട്ട്, ഭയങ്കര വേദനയും. അപ്പം ഞാൻ ഒരു ഡോക്ടറെ കാണിച്ചു. അവർ കുറേ ആൻറ്റിബയോട്ടിക്കൊക്കെ തന്നു. അതുകൊണ്ട് മാറ്റം വന്നില്ല. അങ്ങനെ 2, 3, 4 ഡോക്ടർമാരെ കാണിച്ചു. പ്രശസ്തമായ ഹോസ്പിറ്റലൊക്കെ കാണിച്ചു. എന്നിട്ടും മാറ്റം വരുന്നില്ല. ശരിക്കും 2 മാസമായതേ ഉള്ളൂ. എന്നാലും എൻ്റെ അസ്വസ്ഥത കാരണം എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല, ആരോടും ഒന്നും പറയാൻ പറ്റുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് പോയി. മെഡിക്കൽ കോളേജിൽ സ്കിന്നിൻ്റെ സെക്ഷനിൽ ചെന്ന് കാണിച്ച് അവർ നോക്കിക്കഴിഞ്ഞപ്പോൾ അവരൊരു ടെസ്റ്റൊക്കെ ചെയ്തു. അവർക്ക് അത് നോക്കിയിട്ട് അതിന് കുഴപ്പമൊന്നുമില്ല. അവരപ്പോൾ എന്നോട് പറഞ്ഞു അടുത്ത് ബയോപ്സിയാണ്, ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു. അടുത്ത ദിവസം ഇന്ന ദിവസം വന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇച്ചിരി ബുദ്ധിമുട്ടായി. എന്നാലും ഞാൻ വീട്ടിൽ പോയി. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഇങ്ങോട്ടാണ് വരുന്നത്. ബയോപ്സിക്ക് പോകുന്നതിന് പകരം ഞാൻ ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുമ്പ് 2 തവണ പുതുക്കിയതിനേക്കാളും എനിക്ക് ഈ ഉടമ്പടി ക്ലാസ്സും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ
എൻ്റെ ഹൃദയത്തിൽ കൊള്ളുന്ന പോലെ എനിക്ക് തോന്നി. നമുക്ക് കൃത്യമായിട്ട് ഇവിടെ കയറി ഉടമ്പടി പുതുക്കുന്നു, ദൈവത്തിൻ്റെ മുന്നിൽ ഉടമ്പടി പുതുക്കുന്നു എന്നൊക്കെ പറഞ്ഞത് ശരിക്കും എനിക്ക് എൻ്റെ ഉള്ളിലത് കൊണ്ടു. അതുപോലെ ഉടമ്പടി പുതുക്കി. അതുപോലെ എനിക്ക് വലിയൊരു അനുഗ്രഹം ഉണ്ടായി. അത് കഴിഞ്ഞപ്പം ഞാൻ അവിടെ ക്യൂവിൽ നിന്നു അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ആദ്യം തന്നെ അച്ഛനെ കാണാൻ പറ്റി. അച്ഛൻ എൻ്റെ കയ്യിൽ വെച്ച് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ അച്ഛന് സൈത്ത് പൂശുവാൻ തന്നു, അതുപോലെ കാശുരൂപം തന്നു. അപ്പോൾ എനിക്ക് വലിയൊരു കോൺഫിഡൻസ് ഉണ്ടായി, എനിക്ക് വേറൊന്നും പ്രശ്നമൊന്നും ഉണ്ടാവില്ല, അച്ഛൻ പ്രാർത്ഥിച്ചതല്ലേ, കുഴപ്പമൊന്നുമില്ല എന്ന് കരുതി ഞാൻ വളരെ വിശ്വാസത്തോടെ തന്നെ വീട്ടിലേക്ക് പോയി. ഞാൻ തൈലം പുരട്ടാൻ തുടങ്ങി. അതിനുശേഷം അത്ഭുതം എന്ന് പറയട്ടെ, ആ സ്വിച്ച് ഇട്ട പോലെ എനിക്ക് ആ പ്രശ്നം മാറി. അതിനുശേഷം ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇതേവരെ. ഇന്നിപ്പോൾ ഒരു 12 ദിവസത്തോളമായി. അല്ലെങ്കിൽ എനിക്കൊരു 2 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ വരിക പോവുക, അതായിരുന്നു എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ മെഡിക്കൽ കോളേജിൽ 2ാമത് പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കൊണ്ടുപോയി കാണിച്ചു. അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇനി വേറെ ടെസ്റ്റുകളൊന്നും ചെയ്യേണ്ട, ഇപ്പോൾ പൂർണ്ണമായിട്ട് സൗഖ്യമായിട്ടുണ്ട്, ഇപ്പം നിലവിൽ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനിവിടെ സാക്ഷ്യം പറയാൻ വന്നത്. അപ്പം മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ എനിക്ക് എൻ്റെ ഈ ഉടമ്പടി ജീവിതത്തിൽ ഇതേപോലെയുള്ള അനുഭവങ്ങളുണ്ടായെങ്കിൽ ഒരുപാട് അനുഭവങ്ങൾ ഇതുപോലെ ചെറുതും വലുതായിട്ടുണ്ടായി. എന്നാലും എൻ്റെ ഏറ്റവും വലിയൊരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോകുന്ന വിശ്വാസിയൊക്കെ ആയിരുന്നു. ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോകുന്ന ഒരാളായിരുന്നു. ഇട ദിവസങ്ങളിൽ പള്ളിയിൽ പോകാനൊക്കെ മടിയായിരുന്നു. പോകാൻ സമയമില്ല എന്നൊക്കെ പറഞ്ഞ്, ഞാൻ ജോലിയിലാണ്, അപ്പോൾ പോകാൻ സമയമില്ല എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നതായിരുന്നു. ഇപ്പോൾ എല്ലാ ദിവസവും 365 ദിവസവും ഞാൻ പോകും. എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ കുർബാനയിൽ പങ്കുകൊള്ളും. അത് രാവിലെ പറ്റിയില്ലെങ്കിൽ വൈകിട്ടായാലും ഞാൻ എവിടെയെങ്കിലും പോയി കാണും. അതുപോലെ കുമ്പസാരിക്കുന്ന, ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുന്നുണ്ട്. എല്ലാ ദിവസവും പറ്റുന്ന ദിവസങ്ങളെല്ലാം കുർബാന കൈക്കൊള്ളുന്നുണ്ട്. കുർബാന കൈക്കൊള്ളാതെയോ അന്ന് കുർബാനയിൽ പങ്കെടുക്കാതെയോ ഇരുന്നാൽ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയാണ്. അതാണ് എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നിയത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് തോന്നിയത് അതാണ്. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ, ബൈബിൾ വായനയുണ്ട്. അതുപോലെ മറ്റ് കാരുണ്യപ്രവർത്തികൾ ഞാൻ നേരത്തെ ചെയ്യുമായിരുന്നു. എന്നാലും ഇപ്പോൾ അതിൻ്റെ ഒരു ഇത് കൂടിയിട്ടുണ്ട്. കുറച്ചുകൂടെ ആൾക്കാരുടെ ബുദ്ധിമുട്ട് അറിയാനും കുറച്ചുകൂടെ നല്ല രീതിയിൽ സഹായിക്കാനും പറ്റുന്നുണ്ട്. അതുപോലെ എനിക്ക് പത്രം കൊടുക്കാൻ ഈ ആദ്യം ഉടമ്പടി എടുത്തപ്പോഴൊക്കെ ഭയങ്കര മടിയായിരുന്നു. ഇപ്പോൾ അതെന്നാൽ മാറി. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ തവണ ഞാൻ ഉടമ്പടി മുടങ്ങിയവൻ എനിക്ക് 3 കെട്ട് പത്രമൊക്കെ തന്നു. അത് ഞാനിപ്പോൾ ഓടി നടന്ന് കൊടുക്കുന്നുണ്ട്. ഞാൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ചുമ്മാ വഴി കാണുന്നവർക്ക് കൊടുക്കല്ല, ഞാൻ കൂടുതലും ഹോസ്പിറ്റലിലൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവർ കുറച്ച് കാര്യമായിട്ട് അവർ നോക്കുന്നുണ്ട്, അവർ അത് വായിക്കുന്നുണ്ട്, മേടിക്കുന്നുണ്ട്. നമ്മൾ വെറുതെ വഴിയിൽ നിന്ന് കൊടുത്താൽ അവരത് മേടിച്ച് വെറുതെ കൊണ്ടുപോവുകയുള്ളൂ. അപ്പോൾ അത് കൊടുക്കാനുള്ള ഒരു അനുഗ്രഹം കൂടെ എനിക്ക് ദൈവം തന്നു. അതുപോലെ ഞാൻ ഇവിടെ നിന്ന് പോയതിന് ശേഷം ഞാൻ ബൈബിൾ വായിച്ച് ഒരു സന്ദേശത്തിന് വേണ്ടി നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായമാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഈശോ 72 ശിഷ്യന്മാരെ സുവിശേഷ വേലയ്ക്കായിട്ട് പറഞ്ഞയക്കുന്നതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നെയും സുവിശേഷ വേലയ്ക്കായിട്ട് ഈശോ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ദൗത്യം കൂടെയുണ്ട്, മറ്റുള്ളവരെ സുവിശേഷം അറിയിക്കുക എന്നുള്ള ദൗത്യം കൂടെ ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞാനിനി അതിനു വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കും. കൂടുതലും ഞാൻ ഈ സാക്ഷ്യം ഇവിടെ വന്നതിന് ശേഷം മറ്റുള്ളവരോട് പറയണം. എൻ്റെ വീട്ടിൽ പോലും എൻ്റെ ഏറ്റവും അടുത്തവർക്ക് മാത്രമേ എനിക്ക് ഈ പ്രശ്നങ്ങൾ അറിയത്തുള്ളൂ. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. സാക്ഷ്യം പറഞ്ഞതിന് ശേഷം എല്ലാവരും അറിയണമെന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ ദൈവത്തിന് നന്ദി, ഒരുപാട് നന്ദി. ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി. എൻ്റെ പേര് റെൻസി, ഞാൻ ചമ്പക്കുളത്ത് നിന്ന് വരുന്നു. സെൻറ്റ് മേരീസ് ബസലിക്ക ഇടവകാംഗമാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് ബെന്നി, മോള് ബെനീറ്റ, മോൻ ബെനിറ്റ്. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് എന്താ എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയോടെ വന്നതാണ്. പലരും ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു. അന്ന് എനിക്കൊന്നും തോന്നില്ല. പിന്നെ തിരിച്ച് വീട്ടിൽ പോയി എനിക്കും ഉടമ്പടി എടുക്കണം, പ്രാർത്ഥിക്കണം എന്നൊരു തോന്നലുണ്ടായി. ഉടമ്പടി എടുക്കാൻ ആദ്യമുണ്ടായ കാരണം മോൾക്ക് ശ്വാസം മുട്ടൽ വരുമായിരുന്നു. 1.5 വയസ്സിൽ അവൾക്ക് ന്യൂമോണിയ വരികയും അതേ തുടർന്ന് സ്ഥിരമായിട്ട് ചുമയും ശ്വാസം മുട്ടലും ഉണ്ടായി. പല ഹോസ്പിറ്റലിലും കാണിച്ചെങ്കിലും അവിടെ നിന്ന് നെബുലൈസർ എടുക്കും, തിരിച്ചു വിടും. ലാസ്റ്റ് ഒരു പീഡിയാട്രിഷനെ കാണിച്ചപ്പോൾ പറഞ്ഞു ഒരു ഇൻഹേലർ സ്റ്റാർട്ട് ചെയ്യാം, 1 മാസത്തേക്ക് അത് കൊടുക്കണം, ഇല്ലയെന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ അത് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. അവർക്ക് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാൻ തന്നെ ഡോക്ടർ പറഞ്ഞു. 1 മാസം ഞാനത് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇനി ഞാൻ ഒരിക്കൽ പോലും എൻ്റെ കുഞ്ഞിനെ ഉപയോഗിക്കേണ്ടി വരരുതേ എന്ന് പറഞ്ഞ് ഞാൻ ചെക്കപ്പിന് വേണ്ടി 1 മാസം കഴിഞ്ഞ് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ കുഴപ്പമില്ല, ഇനി ഇങ്ങനെ ഉണ്ടാകുവാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ അന്ന് തിരിച്ച് ചെന്ന് അതൊരു കവറിലാക്കി വെച്ചിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ ഇനി ഞാനിത് ഉപയോഗിക്കേണ്ടതായിട്ട് വരരുതേ എന്ന് ഞാൻ പറഞ്ഞു.
പിന്നീട് പലപ്പോഴും ചുമ ഉണ്ടായിട്ടെങ്കിൽ അവളമ്മ പറഞ്ഞേ ഇത് നമുക്ക് ഇൻഹേലർ ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞില്ല, ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ട് ഞാനത് ഉപയോഗിക്കില്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞു. ഇന്ന് വരെ പിന്നീട് എനിക്കത് ഉപയോഗിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമതായിട്ട് മോനും ഇതുപോലെ ചുമയും ജലദോഷം കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നു. ഇതിൻ്റെ ഫലമായി അവന് ഇവിടെ ഒരു ലിപ്നോയിഡ് പോലൊരു സംഭവം വീർത്ത് വരും. അതൊരു ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിയും വരുവാണെങ്കിൽ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. 6 മാസം കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ ഉണ്ടായപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. അന്ന് എൻ്റെ ഉടമ്പടിയിലുണ്ടായിരുന്ന ഉപ്പും തൈലവും എല്ലാമായിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നത്. അന്ന് അവന് ക്യാനുല ഇട്ടു ബ്ലഡ് എടുക്കാൻ വേണ്ടി എടുത്തപ്പോൾ ഞാൻ അതിൽ മാതാവിൻ്റെ ഉപ്പ് വിതറിയിട്ട് പറഞ്ഞു, മാതാവേ ഈ റിപ്പോർട്ട് എനിക്ക് നോർമലാക്കി തരണം. അന്ന് എൻ്റെ കയ്യിൽ അടുത്തുള്ള ഒരു നെബുലൈസർ എടുക്കാനുള്ള പൈസ പോലും എൻ്റെ കയ്യിലില്ലായിരുന്നു. മാതാവ് എനിക്കത് നോർമലാക്കി തന്നു. മൂന്നാമത്തെ എൻ്റെ സാക്ഷ്യം എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ്. കൂലിപ്പണിയായിരുന്നു ഹസ്ബൻഡിന്. ഒരു ജോലിക്ക് വേണ്ടി ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഇന്നിപ്പോൾ ഹൗസ് ബോട്ടയിലെ ഷെഫായിട്ട് വർക്ക് ചെയ്യുന്നു. ഞങ്ങൾക്കൊരു വീടില്ലായിരുന്നു. വീടുണ്ടായിരുന്നു, അതിൽ വാസയോഗ്യമല്ലായിരുന്നു. പലപ്പോഴും വെള്ളം വരുമ്പോൾ അത് നേരെ എല്ലാ മുറികളിലും വരുമായിരുന്നു. കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ പലപ്പോഴും പലരെ ആശ്രയിക്കേണ്ടതായിട്ട് വന്നു. പഞ്ചായത്തിൽ അപേക്ഷ വെച്ചെങ്കിലും 2-3 വർഷം കഴിഞ്ഞാണ് ലൈഫ് മിഷനിൽ പേര് വരുന്നത്. എങ്കിലും അത് തുടങ്ങാനായിട്ടുള്ളൊരു ഇത് നമുക്കില്ലായിരുന്നു. അന്ന് ഹസ്ബൻഡിന് കൂലിപ്പണിയായിരുന്നു. ഇവരെ ഒന്ന് പൊളിക്കുവാനോ അത് മുന്നോട്ടുള്ളത് ചെയ്യുവാനോ ആയിട്ടുള്ള ഒരിതും നമുക്കന്നുണ്ടായിരുന്നില്ല. അന്ന് ഞാൻ മാതാവിനോട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ഇവിടെ ഞാൻ എല്ലാ മാസവും വരും. ഉപ്പും തേനും എല്ലാം കൊണ്ടുപോയി മാതാവ് 4 വശത്തും ഞാൻ കൊണ്ട് ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഇവിടെ നിന്ന് മണ്ണെടുത്തുകൊണ്ട് പോയി 4 വശത്തോട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. കുരിശ് വരയ്ക്കുമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പള്ളിയിലുണ്ടായിരുന്ന വികാരി അച്ഛൻ, ഓണംകുളം അച്ഛനൊന്നും ഞങ്ങളോടൊപ്പം ഇല്ല. അച്ഛൻ്റെ സഹായത്താൽ ഞങ്ങൾക്കൊരു നല്ലൊരു വീട് ലഭിച്ചു. വീടിൻ്റെ പണി ഏകദേശം കഴിഞ്ഞ ശേഷമാണ് അച്ഛന് പെട്ടെന്നൊരു ബ്ലീഡിങ് ഉണ്ടാകുകയും സ്വർഗത്തേക്ക് എടുക്കപ്പെടുകയും ചെയ്തു. എങ്കിലും ഞങ്ങൾക്കത് മാതാവിൻ്റെ അനുഗ്രഹത്താൽ അച്ഛൻ്റെ അനുഗ്രഹത്താലും പലരുടെ സഹായത്താലും ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് വരെ നിന്നിരുന്ന സാഹചര്യത്തിൽ പലരുടെ സഹായത്താൽ അത് അത്രയാക്കി തന്ന അച്ഛൻ്റെ ഒരു അനുഗ്രഹത്താലാണ്. ഏകദേശം അത്രയാക്കിയ ശേഷമാണ് നമ്മളോട് വിട പറഞ്ഞ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത്. ആ ഒരു അച്ഛൻ്റെ സഹായമില്ലായിരുന്നെങ്കിൽ അത് മാതാവായിട്ടാണ് അച്ഛൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മൾ അച്ഛൻ്റെ അടുത്ത് അപേക്ഷ കൊടുത്തെങ്കിലും ഞാൻ പ്രാർത്ഥിക്കായിരുന്നു, മാതാവേ നീ അച്ഛൻ്റെ അടുത്തുനിന്ന് ചെല്ലണേ, സഞ്ചാരി മാതാവേ. അങ്ങനെ ഒരു ദിവസം അച്ഛൻ വിളിക്കുകയും ഞങ്ങളെ കഴിയുന്ന സഹായം ചെയ്യുക എന്ന് പറയും. പഞ്ചായത്തിൻ്റെ വരെ പല ഘട്ടങ്ങളിലായിട്ടേ നമുക്ക് പൈസ കിട്ടത്തുള്ളൂ. മാർച്ച് 1-ാം തീയതി ഞങ്ങളുടെ പരവാസത്തോലി കഴിഞ്ഞു. വളരെ സന്തോഷപൂർവ്വം ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും വലുതായിട്ട് ആ പരിക്കകത്ത് ഞങ്ങൾക്ക് താമസിക്കാൻ സാധിക്കുന്നു. അമ്മയുണ്ട്, 2 പിള്ളേർ, ഞാൻ ബെന്നിച്ച്. ഇന്ന് ഞങ്ങൾക്ക് മറ്റാരുടെയും ആശ്രയം കൂടാതെ മറ്റേതൊരു മഴ പെയ്താൽ ഞങ്ങൾക്ക് പലരുടെയും സഹായം തേടേണ്ട ആവശ്യം ഇതുണ്ടായിരുന്നു. ഒന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ട് മാറി താമസിക്കുവാനോ എടുക്കാനോ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ സമയങ്ങളിൽ. എന്നാൽ ഒരു മാതാവായിട്ട് അയച്ചു തന്ന വൈദികനാണ്. ആ വൈദികനാണെങ്കിലും പല സിസ്റ്റർമാരുടെയും നമ്മുടെ കുര്യാളശ്ശേരി പിതാവിൻ്റെ സഭാംഗമായ സിസ്റ്റേഴ്സ് ഉണ്ട്. അവരുടെ അടുത്ത് എന്ന് പറയുകയും അവരത് ഏറ്റെടുക്കുകയും അവർ 4 ലക്ഷം പറഞ്ഞുവെങ്കിലും അതിലുപരിയായി അവർ സഹായിക്കുകയും ചെയ്തു. ഏകദേശം പണി തീരാറായ ശേഷമാണ് അച്ഛൻ നമ്മളോട് വിട പറഞ്ഞു പോയത്. ബാക്കി നമ്മളെ കൊണ്ട് കഴിയും എന്ന രീതിയിൽ സ്റ്റേജിൽ എത്തിച്ചിട്ടാണ് അവിടുന്ന് പോയത്. അതെൻ്റെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. വളരെയധികം ഞാനത് സന്തോഷിക്കുന്നു. ഒരു വീടെന്ന സ്വപ്നം വളരെ സഫലമായി. ഇത്രയധികം വളരെ ചെറുതുമായ നന്മകൾ തന്നതിന് ഞാൻ മാതാവിന് നന്ദി പറയുന്നു. ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് ഉടമ്പടി പത്രം വാങ്ങുകയും വണ്ടാന ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കുകയും ചെയ്തു. അവിടെ അകത്ത് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, ഇതിവിടെ അകത്ത് കൊടുക്കാൻ പാടില്ല, നീ മതപരിവർത്തനം നടത്തുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനാരെയും ഫോഴ്സ് ചെയ്യുന്നില്ല. അവിടുന്ന് ഓഫീസർ പറഞ്ഞു, സാധ്യമല്ല, ഇനി ഇവിടെ അകത്ത് കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ അവിടെ ഗേറ്റുകൾക്ക് വാതിക്കൽ നിന്ന് അവരോട് മാതാവിനെക്കുറിച്ച് പറഞ്ഞ് ഇത് വേണോ എന്ന് ചോദിച്ച് കിട്ടിയതാണെങ്കിൽ ഞാൻ കൊടുക്കില്ല. കാര്യം മാതാവിനെക്കുറിച്ച് സംസാരിച്ച ശേഷം കൃപാസന പള്ളിയിലാണെന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ആ പത്രം കൊടുക്കാറുള്ളൂ. അതുപോലെ തന്നെ എപ്പോഴൊക്കെ ഞാൻ വരുന്നു അന്നേരപ്പോഴെല്ലാം കുഞ്ഞുങ്ങളെ സ്കൂളിലാക്കിയിട്ട് ഞാൻ തന്നെ വരുന്ന സമയങ്ങളിൽ ഞാൻ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വരും. 10 പേർക്ക് അല്ലെ 5 പേർക്ക് അല്ലെ 7 പേർക്ക് എന്നെക്കൊണ്ട് എത്രയാണോ സാധ്യമാകുന്നത് അത്രയും ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ കൊണ്ടുവന്ന് ഇവിടെ കൃപാസനത്തിൽ വന്ന് കഴിക്കുന്നവർക്കൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ കൺമുന്നിൽ കാണുന്ന ബുദ്ധിമുട്ടുന്ന കുഞ്ഞുങ്ങളുമായിട്ട് നടക്കുന്നവരെ കാണുമ്പോൾ എൻ്റെ കയ്യിൽ വണ്ടിക്കൂലിക്കുള്ളത് വെച്ചിട്ട് ബാക്കി ഞാൻ അവർക്ക് ഫുഡ് മേടിച്ച് കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അവർക്ക് ഞാൻ ആഹാരം വാങ്ങിച്ച് ബിസ്ക്കറ്റായിട്ടോ അല്ലെങ്കിൽ ചോക്ലേറ്റ് എന്തെങ്കിലും എന്നെക്കൊണ്ട് 10 രൂപയെങ്കിൽ 10 രൂപ
അതിനുള്ളത് ഞാൻ വാങ്ങിച്ച് അവർക്ക് അവരുടെ അപ്പൻ്റെയിലും അമ്മയുടെയിലും കൊടുത്ത ശേഷമേ ഞാൻ പോകാറുള്ളൂ. ശരിക്കും എൻ്റെ ഒരു വണ്ടിക്കൂലി മാത്രമേ ഞാൻ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ ഉണ്ടാകാറുള്ളൂ. പക്ഷേ എങ്കിലും മാതാവ് വളരെയധികം ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന് ഇന്നും എന്നെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു. വളരെയധികം നന്ദി പറഞ്ഞുകൊള്ളുന്നു. ആത്മീയ ജീവിതത്തിലുണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ ബൈബിൾ അങ്ങനെ വായിക്കാനായിട്ട് വലിയ താല്പര്യമില്ലായിരുന്നു. ഇപ്പോൾ ബൈബിൾ വായിക്കാറുണ്ട്. മോളാണേലും എന്നും ബൈബിൾ വായിക്കും. അവളെന്നും പള്ളിയിൽ പോകുന്നുണ്ട്. പിന്നെ ഉപവാസം ഞാൻ എല്ലാ ചൊവ്വാഴ്ചകളും ഉപവാസിക്കും. ഇന്ന് ഞാനത് മാറ്റി ആഴ്ചയിൽ ഒരു ദിവസം എൻ്റെ കുടുംബത്തിനും ഒരു ദിവസം ആർക്കെങ്കിലും വേണ്ടി മീൻസ് എൻ്റെ ആ ആഴ്ചയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്ന ഏതെങ്കിലും ഒരു കുടുംബം ഉണ്ടെങ്കിൽ ആ കുടുംബത്തിന് വേണ്ടി ഞാൻ ഉപവസിക്കും. അങ്ങനെ എന്നാൽ കഴിയുന്ന എല്ലാ നന്മകളും ചെയ്ത് മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ മുന്നോട്ട് പോകുന്നു. ഇത്രയധികം നന്മകൾ ചെയ്ത മാതാവിന് തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു.